ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ശത്രുവിന്റെ നീക്കങ്ങൾ കാണാനോ അതിനെ പ്രതിരോധിക്കാനോ നമുക്ക് കഴിയത്തില്ല. ഈ പരാജയം നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. സന്ധ്യച്ചി, ഇവിടെ എല്ലാവരും ആകെ തകർന്നു നിൽക്കുക. നടന്നൊന്നും ആർക്കും ഉൾക്കൊള്ളാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നന്ദേട്ടനും മനസ്സ് കൈവിട്ട് നിൽക്കുകയാണെന്ന് എനിക്കറിയാം. അതിനിടയിൽ സന്ധ്യച്ചി കൂടി ഇങ്ങനെ നന്ദേട്ടനെ വിഷമിപ്പിക്കല്ലേ. എത്രയൊക്കെ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചാലും ഞാനും ഇതിനൊരു കാരണക്കാരി തന്നെ. നന്ദന്റെ ജീവിതത്തിൽ ഓരോ നിമിഷം ഉണ്ടാവുന്ന ഉയർച്ച താഴ്ചകൾക്കൊക്കെ താങ്ങും തണലും ആകേണ്ടവള ഞാൻ. ഞങ്ങളുടെ വിവാഹം നടന്നില്ലായിരുന്നെങ്കിൽ അവന്തിക ചിലപ്പോ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. അതൊക്കെ തന്നെ തോന്നലാണ്. ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ അച്ഛനോട് ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല. അച്ഛൻ പറയുന്നതിനപ്പുറം ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ എന്റെ മനസ്സ് കൈവിട്ടുപോയി. അച്ഛനെ കുറ്റപ്പെടുത്തി സംസാരിക്കേണ്ടി വന്നു. എനിക്ക് സഹിക്കാൻ പറ്റുന്നു. നന്ദേട്ടൻ അത് മനഃപൂർവ്വം പറഞ്ഞതല്ലല്ലോ. അച്ഛൻ അത് മനസ്സിലാവും. നന്ദേട്ട, എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും നമ്മളാരും അച്ഛനെ ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കരുത്, കുറ്റപ്പെടുത്തരുത്. ഒന്നിച്ചു നിന്ന് ഇതിനെ നേരിടണം. ഇതെല്ലാം നമുക്ക് തിരിച്ചു പിടിക്കണം. അച്ഛനെപ്പോഴും എല്ലാത്തിനും ഞങ്ങളുടെ റോൾ മോഡലായിരുന്നു. ഇന്നീ കാണുന്നതെല്ലാം അച്ഛനുണ്ടാക്കിയതാണ്. എന്നാലും പെട്ടെന്നെല്ലാം കൈവിട്ടുപോയപ്പോ എന്റെ നിയന്ത്രണം വിട്ടുപോയി. എല്ലാം നഷ്ടപ്പെട്ട് മുന്നിൽ നിൽക്കുന്ന അച്ഛൻ്റെ മനസ്സിനെ കുറിച്ച് പോലും ചിന്തിക്കാൻ എനിക്ക് പറ്റിയില്ല. ഒരായുസ് കൊണ്ടുണ്ടാക്കിയതെല്ലാം ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ടപ്പോ അച്ഛൻ എത്ര വേദനിച്ച് കാണുന്ന പോലും ഞാൻ ഓർത്തില്ല. കൈവിട്ടുപോയി. നമ്മുടെ ഈ തകർച്ചയാണ് അവന്തിക ആഗ്രഹിക്കുന്നത്. ഇവിടെയുള്ള ഓരോരുത്തരുടെയും കണ്ണുനീരാ അവർക്ക് കാണേണ്ടത്. ഇവിടെ നമ്മൾ തോറ്റുപോരുത്. ഇതിനേക്കാളും മോശമായൊരവസ്ഥ വന്നാലും നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നെ നിൽക്കുമെന്ന് അവരറിയണം. ഒരുമിച്ച് നിന്ന് തന്നെ ഈ ചതിക്ക് തിരിച്ചടി കൊടുക്കണം. സന്ധ്യച്ചി, ഇപ്പൊ ഈ കുടുംബത്തിലെ മൂത്ത മരുമകളാ സന്ധ്യച്ചി. നന്ദേട്ടന്റെ അവസ്ഥയിൽ തണലാവാനും ആശ്വാസമാവാനും സന്ധ്യച്ചിക്ക് കഴിയൂ. അത് മറക്കരുത്. നന്ദേട്ടാ, എല്ലാം ശരിയാവും. ധൈര്യമായിട്ടിരിക്കെ. ഞാനില്ലേ കൂടെ.